കോൺഗ്രസ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയും. ഇപ്പോൾ പരസ്യമായി നടു റോഡിൽ മുഖ്യമന്ത്രിമാർ നിരന്ന് നിൽക്കുകയാണ്. ചെറിയ ആളുകളല്ല പറയുന്നത്. സാധാരണ ഒരു ലോക്കൽ അല്ലെങ്കിൽ നിയോജക മണ്ഡലം തലത്തിലെ നേതാക്കൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇത് MPമാരാണ്, നാഷണൽ വർക്കിംഗ് കമ്മിറ്റിയിലുള്ളവരാണ്. അങ്ങേയറ്റത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാജകുമാരനോട് അടുത്ത് നിൽക്കുമെന്ന് പറയുന്ന MLAമാരടക്കം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അധികാര കൊതിയുടെ തീവ്രതയിൽ നിന്ന് ഒരു ഇഞ്ച് താഴോട്ട് പോകാൻ കോൺഗ്രസ്സുകാരന് ഒരു കാലത്തും കഴിയില്ല എന്ന് നമുക്ക് കാണാം. വിസ്മയങ്ങളുമായിട്ടാണ് കടന്നു വന്നത്. ആ വിസ്മയങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിസ്മയങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിസ്മയങ്ങൾ ഒത്തിരി ഉണ്ടായി. കോൺഗ്രസ്സുകാർ കഴിഞ്ഞ തവണ മത്സരിച്ച 14 പേർ NDA സ്ഥാനാർത്ഥികളായപ്പോൾ വിസ്മയം പൂർത്തിയായി നമ്മൾ കരുതി. ഒരിക്കലും ഭിന്നാഭിപ്രായം പറയാത്ത മുസ്ലിം ലീഗിൻ്റെ വനിതാ സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ലീഗിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ വിസ്മയങ്ങൾ നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെ KPCC ഭാരവാഹി കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് കണ്ടപ്പോഴും വിസ്മയങ്ങൾ. ഇനി ഈ വിസ്മയങ്ങളുടെ ഏറ്റവും അവസാനത്തെ വിസ്മയമായി മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതെല്ലാം ഇല്ലാത്ത ഒന്നിനെ പറ്റിയിട്ടാണ് ഓർക്കണം. വോട്ട് എണ്ണിയിട്ടില്ല, ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല, കിട്ടാനുള്ള സാധ്യതയും കാണുന്നില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് സ്വപ്നം കാണാനുണ്ടെങ്കിലെങ്കിലും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് കോൺഗ്രസ് നിറഞ്ഞിരിക്കുന്നു.